ഇതാണ് പിനാക്കിൾ. സൈലന്റ് സ്ട്രീറ്റിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ചെറിയ യാത്ര പോയാലോ? ഇവിടെ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും ഏകദേശം 250 കിലോമീറ്റർ മാറി പിനാക്കിൾ ലുക്കൗട്ട് എന്ന് പറയുന്ന ഒരു ലുക്കൗട്ട് ഉണ്ട്. ഇവിടുത്തെ ഗ്രാമ്പീൻസ് പർവ്വതനിരകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന പിനാക്കിൾ ലുക്കൗട്ട് കാണാനുള്ള യാത്ര ഒരു അടിപൊളി ഹൈക്കിംഗ് ട്രിപ്പ് ആയിരിക്കും. നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? വെൽക്കം ടു ജൈജീസ് ഹോം വീഡിയോസ്. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലുള്ള ഗ്രാമ്പീൻസ് മലനിരകൾക്ക് നടുവിലുള്ള ഹോൾസ് ക്യാപ്പ് എന്ന ചെറിയൊരു പട്ടണത്തിനടുത്താണ് ഈ പിനാക്കിൾ ലുക്കൗട്ട്. മെൽബണിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഹോൾസ് ക്യാപ്പിലെത്തി. അവിടെ നിന്നും മലനിരകൾക്കിടയിലുള്ള വണ്ടർലാൻഡ് കാർ പാർക്കിൽ കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പിനാക്കിൾ ലുക്കൗട്ട് ലക്ഷ്യമാക്കി മല കയറാൻ തുടങ്ങി. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മുകളിൽ ദൂരമുണ്ട്. പാറക്കൂട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും പാറയിടുക്കുകളും കൺകുളിർപ്പിക്കുന്ന സീനിക് ലുക്കൗട്ട് പോയിന്റുകളും എല്ലാം കടന്നു വേണം മുകളിലെത്താൻ. കുറ്റിക്കാടുകളുടെയും വൻമരങ്ങളുടെയും പാറക്കെട്ടുകളുടെയും എല്ലാം ഇടയിലൂടെ മല കയറുമ്പോൾ വഴി തെറ്റിപ്പോകുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. എന്നാൽ ഓരോ വളവിലും വഴി കാണിക്കുവാനായിട്ടുള്ള ആരോ മാർക്കിങ്ങുകൾ ഉള്ളതുകൊണ്ട് വഴി തെറ്റാതെ തന്നെ മുകളിലേക്കും താഴേക്കും നമുക്ക് ധൈര്യമായി നടക്കാം. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പ്രകൃതിയിൽ കാലാനുസൃതമായുണ്ടായ മാറ്റങ്ങൾ മൂലം രൂപം കൊണ്ട സാൻഡ്സ്റ്റോൺ പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വണ്ടർലാൻഡ് കാർ പാർക്കിൽ നിന്നാണ് പിനാക്കിൾ ലുക്കൗട്ടിലേക്കുള്ള പാത ആരംഭിക്കുന്നത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ നിറഞ്ഞ ഒരു അത്ഭുത ലോകത്തേക്കാണ് ഈ യാത്ര നമ്മെ കൊണ്ടുപോകുന്നത്. ഇത് സ്റ്റെപ്പ് പോലും കയറിയാൽ മതി, എന്നാൽ കുഴപ്പമില്ല. തന്നാണ്ട് തന്നല്ലേ കഥക്കണ് ഓ കഥക്കണ്. ഏതായാലും വഴി കാണുന്നുണ്ട്. ഈ വഴി കയറിപ്പോൾ നോക്കാം, ഇവിടെ വരെ എത്തും നോക്കാമല്ലോ. പിനാക്കിൾ ലുക്കൗട്ട് നേടിയുള്ള ഈ യാത്ര എവിടെ ചെന്ന് തീരുമാവും, എന്ത് സംഭവിക്കാം. പിനാക്കിൾ ലുക്കൗട്ടിലേക്കുള്ള യാത്ര ചെന്ന് അവസാനിച്ചത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കടന്നു എന്ത് മടിച്ചിരിക്കാതെ കടന്നു വരും. വഴി തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ആരോ വെച്ചേക്കുന്നുണ്ടോ? ആരോ നോക്കി ഇതാണ്ട് ഇങ്ങനെ പോവാ. ഈ വഴി ഇതാണ്ട് അടുത്ത ആരോ, അല്ലെങ്കിൽ നല്ല ശരിക്കും കാട്ടി വഴി തെറ്റിപ്പോയാൽ ഇത് അടുത്ത ആരോ ഉണ്ടോ? ഇത് കാണണ്ട. ആ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഗ്രേറ്റ് കാനിയൺ. ഏറ്റവും ശ്രദ്ധേയമായ അനവധി കാഴ്ചകളിലൊന്നാണ് ഗ്രാൻഡ് കാനിയൻ എന്നറിയപ്പെടുന്ന ഈ അവിശ്വസനീയമായ ഭാഗം. ഇരുവശങ്ങളിലും തലയുയർത്തി നിൽക്കുന്ന മതിലുകളുള്ള ഒരു ഇടുങ്ങിയ സാൻഡ്സ്റ്റോൺ മലയിടുക്കാണിത്. അടുക്കുകൾക്ക് മീതെ അടുക്കുകളായി ഒരു പ്രത്യേക ഭംഗിയോടെ നിൽക്കുന്ന ഈ പ്രദേശം നമുക്കൊരിക്കലും മറക്കാനാവില്ല. ഈ പലകിരിക്കുന്നു, ഇങ്ങോട്ടിങ്ങനെ വീഴുമോ? ഇതാണ് ഗ്രേറ്റ് കാനിയൻ എന്നുള്ള സാധനം. ഇറങ്ങി വാ ഇങ്ങോട്ട്. വടിയും കുത്തി വരണ വരവ് കണ്ട സ്ലിപ്പല്ല ഗുഹയിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. വെള്ളത്തിൻ്റെ ഇറ്റിറ്റ് വീഴുന്ന ശബ്ദവും അതിലൂടെ ഒഴുകുന്ന മങ്ങിയ വെളിച്ചവും ഈ ഗ്രാൻഡ് കാനിയന് ഒരു മാന്ത്രിക അന്തരീക്ഷം നൽകുന്നു. എന്തൊരു തലയിറങ്ങുന്നു. ഇത് കണ്ടത് തലയിറങ്ങാണ്ടിരിക്കുന്നത്. ചേന പറിച്ചിട്ടേക്കുന്നുണ്ടല്ലേ? അല്ല, ശരിക്കും ചേന പറിച്ച് കമത്തി വെച്ചേക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് പോലെ ഇവിടെ ഗ്രേറ്റ് കാനിയൻ്റെ ടോപ്പ് സൈഡ്. ഇവിടെ നിന്നും നാം പോകുന്ന വഴി ക്രമാനുഗതമായി കട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നല്ല കേട്ടോ, ഇവിടെ 2-3 അരിപ്പുണ്ട്. അങ്ങനത്തെ അതുപോലത്തെ 2-3 അരിപ്പുണ്ടെന്ന്. എന്ത് താഴെ ഇട്ടാലോ? കേട്ടോ. വണ്ടർലാൻഡ് കാർ പാർക്കിൽ നിന്ന് പിനാക്കിളിലേക്കുള്ള നടപ്പാതയിൽ പാറയ്ക്കടിയിൽ നീളമുള്ളതും എന്നാൽ നമുക്ക് കയറിയിരിക്കുവാൻ കഴിയുന്നതുമായ ഒരു ഗുഹയാണ് കൂൾ ചേംബർ.
ചൂടുള്ള മാസങ്ങളിൽ സൂര്യപ്രകാശത്തിൽ നിന്നൊരു ആശ്വാസം ലഭിക്കാനായി ഈ കൂൾ ചേംബർ നമുക്കൊരു മികച്ച വിശ്രമ കേന്ദ്രം ഒരുക്കുന്നു. ഈ ഗുഹയുടെ അരികിലായി പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങളും നമുക്ക് കാണാം. എന്തായാലും ഇത് മാത്രം മണലെങ്ങനെ ഇവിടുന്ന് പകുതി വഴി ആയത് ഓൾമോസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. നീ ഇറക്കുവാ അവരോട് ചോദിക്കാൻ എത്ര ദൂരം കൂടെ ഉണ്ട്. അവർ പറയും നമ്മുടെ നാട്ടിലെ ആൾക്കാർ വന്നിട്ട് ഇതാ വളവ് കഴിഞ്ഞാൽ മതി എന്ന് പറയും. മണ്ഡലം കർപ്പാക്കിന്ന് നമ്മൾ വന്നേ പിന്നേക്കിള് ഈ വഴി പോയാൽ 2.2 കിലോമീറ്റർ പോകണം. ഇതിൽ 0.7 നമുക്ക് ഈ വഴി പോവാം. ഇനി 2.1 എടുക്കാൻ വയ്യ. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു വെള്ളച്ചാട്ടം കാണുന്നില്ലേ ഗൈസ്? ഇതിനാണ് ഞങ്ങളിവിടെ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. ഈ കാണുന്ന ബ്രൈഡൽ വെയിൽ എന്നറിയപ്പെടുന്ന ചെറിയ വെള്ളച്ചാട്ടം മഴക്കാലത്ത് വളരെ മനോഹരമാണ്. മണവാട്ടിയുടെ മൂടുപടം പോലെ കാണപ്പെടുന്ന ഈ വെള്ളച്ചാട്ടം ഒരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിന് പുറകിലൂടെ നടക്കുവാനും അവിടെ കയറി ഇരിക്കുവാനും ഒക്കെയുള്ള സൗകര്യമുണ്ട്. രാവിലെയും കഴിച്ചു, ഉച്ചയ്ക്കും കഴിച്ചു. ചെന്നിട്ടൊരു കഴിപ്പ് കഴിക്കണം. ഇതാണ് വഴി. ഇവിടെ ആരോ കാണുന്നുണ്ട്, താഴെ ഒരു മഞ്ഞവര കാണുന്നുണ്ട്. ഇവിടെ ഒരു മഞ്ഞവര കാണുന്നുണ്ട്. പൊള്ളി തന്നെ വഴി. അടുത്ത ആരോ ഗൈസ്. പോട്ടെ ഈ വഴിയുള്ളതുകൊണ്ടൊന്നും സൗകര്യം ഉണ്ടല്ലേ? തിരിച്ച് ആരോ ഇങ്ങോട്ടുണ്ടാവും. എന്താ ഡിസൈൻ? തട്ടായിട്ട് നിൽക്കുന്ന പാറകൾ. ഈ സ്റ്റെപ്പ് കയറിക്കോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലും വീഡിയോ എല്ലാം കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് വീണ്ടും കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവൻ ആരുവാ? ഈ കല്ലിൻ്റെ ഒരു ചെറിയ പോയിന്റാണ് മുട്ടിയിരിക്കുന്നത്. ഒരു മലയാ? എത്ര മല കയറി? ഈ കല്ലിരിക്കുന്ന ചെറിയൊരു അടുപ്പ് പോലെ താഴെ കൂട്ടിയിട്ട് മുകളിൽ ചട്ടി വെച്ചിരിക്കുക. ബിരിയാണി ചെമ്പ് ദമ്മിട്ടിരിക്കുക. അങ്ങനെ അടുത്ത ആരോ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ആരോ നോക്കി ഇപ്പോൾ ഇവിടെ കയറ്റ് കൂടുന്നുണ്ട് കേട്ടോ. കടന്നു വരൂ ഗൈസ്. അടുത്തോ കുറച്ച് നേരം ഇരിക്കണോ? 2 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാം. വരൂ. നമ്മൾ സൈലന്റ് സ്ട്രീറ്റിലേക്കാണ് അടുത്ത് പോകുന്നത്. ഇനി നമ്മൾ പോകുന്ന സ്ട്രീറ്റിൻ്റെ പേരാണ് ഗൈസ് സൈലന്റ് സ്ട്രീറ്റിലേക്ക് സ്വാഗതം. ഉയർന്ന പാറമുഖങ്ങൾക്കിടയിലുള്ള ഒരു ഇടുങ്ങിയ ഇടനാഴിയായ സൈലന്റ് സ്ട്രീറ്റിലൂടെയാണ് ഇനി നാം കടന്നു പോകുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് നടക്കുവാൻ മാത്രം വീതിയുള്ള ഈ പാറയിടുക്കിലൂടെ വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകാൻ. ഇങ്ങനെയുണ്ട്. ഓൾമോസ്റ്റ് there. മുകളിലേക്ക് വേണമെങ്കിൽ ഇതാ ഈ ഇടുക്കിൽ തന്നെ വേണം. ഈ ഇടനാഴിയുടെ അറ്റത്തായി കുത്തനെയുള്ള ഒരു സ്റ്റെയർ കേസും അതിനു മുകളിൽ ഒരു ഇടുങ്ങിയ കവാടവുമുണ്ട്. കേട്ടോ, ഇതിലെ വരുമ്പോൾ തീരെ വീതിയില്ല. ഈ ഇടുങ്ങിയ വാതിലിലൂടെ മുകളിലെത്തുമ്പോൾ ഗ്രാമ്പീൻസ് പർവ്വതനിരകളുടെ അതിമനോഹരമായ കാഴ്ചകൾ നിറഞ്ഞ തുറന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഇനി 1.5 കിലോമീറ്റർ ഉള്ളൂ. വാ, നിൽക്കല്ലേ.
ഇല്ല, ഇവിടം വരെ വന്നിട്ട് എന്നാൽ പടിക്കൊക്കെ കൊണ്ട് കലോടയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്നും കുറച്ചുകൂടി കയറ്റം കയറി മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഏതൊരു സഞ്ചാരിയെയും അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ഇനി ഒരു കാണുന്ന 50 സ്റ്റെപ്പും കൂടെ ഉള്ളൂ. ഈ സ്റ്റെപ്പ് ഒരു 50 ആണ് അവിടെ. അങ്ങനെ പിനാക്കിൾ 100 മീറ്ററിലെത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് പോകണ്ട, എഡ്ജാത്. ഇതാണ് പിനാക്കിൾ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 720 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രകൃതിദത്ത ശിലാ പ്ലാറ്റ്ഫോം. ഈ കാണുന്നതാണ് പിനാക്കിൾ. കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന താഴ്വരയുടെയും ബെൽഫീൽഡ് തടാകത്തിൻ്റെയും ഗ്രാമ്പിയൻസിൻ്റെ പരുക്കൻ കൊടുമുടികളുടെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാം. പേടിച്ചിരിക്കുന്നത് ഇപ്പം എങ്ങനെ പേടിക്കാണ്ടിരിക്കരുത്. ഈ പിനാക്കിൾ ലുക്കൗട്ടിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്തിൻ്റെ ഇരുവശങ്ങളിലും സ്റ്റീൽ കൊണ്ട് ഫെൻസിങ് ചെയ്തിട്ടുള്ളതിനാൽ നമുക്ക് അങ്ങേയറ്റം വരെ നടന്നുപോയി കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും. എന്ത് തോന്നുന്നു? നല്ല അടിപൊളിയായൊരു ഹൈക്കിംഗ് ട്രിപ്പ് ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് സമയമൊക്കെ ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? തിരിച്ചു പോകല്ലേ? അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോകുന്ന വഴി ഈ കുടിസിക്കൂടെ ഇറങ്ങണം. അഗാധ ഗർത്തത്തിലേക്ക് ഇറങ്ങിപ്പോണം. പിടിച്ച് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നേരെ അങ്ങ് എത്തിപ്പോകും. ഹോൾസ് ക്യാപ്പിലേക്ക് എത്താൻ വലിയ താമസം ഉണ്ടാവില്ല. നോർമലി പോയാൽ 1 അവർ, അപ് നോർമലി പോയാൽ ഹാഫ് ആൻ അവർ, സ്ലിപ്പായി പോയാൽ 20 മിനിറ്റ്സ്. അല്പസ്വല്പം സാഹസികതയും കുറച്ച് കായികക്ഷമതയും ഒക്കെ വേണ്ടി വന്ന ഈ ഒരു ഹൈക്കിംഗ് ട്രിപ്പിൽ ഞങ്ങളോട് കൂടെ വന്ന എല്ലാ ചങ്കുകൾക്കും ഒരുപാട് നന്ദി പറയുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പിനാക്കിൾ ലുക്കൗട്ടിലേക്കുള്ള ഹൈക്കിംഗ് ട്രിപ്പ്? അടിപൊളിയല്ലായിരുന്നോ? ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.